അതെ അമ്മേ, ലൊക്കേഷൻ സെറ്റാണ്. കുറച്ച് പഴയ വീടാണ്, പക്ഷേ വർക്കിന് നല്ല സമാധാനം കിട്ടും. എനിക്കിവിടെ ഒരു മുറിയിൽ നിന്നും ഒരു ക്യാമറ കിട്ടിയിട്ടുണ്ട്. ഓണാക്കി നോക്കണം, പിന്നെ വിളിക്കാം. കുഴപ്പമില്ല, ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. എന്താണിത്? എന്താണിത്? ആരാണ് നീ? എന്താണ് ഇവിടെ നടക്കുന്നത്? 1996 ഫോട്ടോസാണോ ഈ ക്യാമറയിൽ പതിയുന്നത്? എന്ത് സംഭവിക്കുന്നു നോക്കാം. ഹലോ, താൻ ആരാണെന്നോ എവിടെയാണെന്നോ അറിയില്ല, പക്ഷേ ഈ മരച്ചുവട്ടിൽ നിങ്ങളെ ഞാൻ കാണുന്നുണ്ട്. ഒരുപക്ഷെ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, എങ്കിലും പറയട്ടെ, ഞാനിപ്പോൾ നിൽക്കുന്ന ഇതേ സ്ഥലത്ത് തന്നെയാണ് താനും ഉള്ളത്. പക്ഷേ നേരിട്ട് കാണാൻ കഴിയുന്നില്ല. ഈ കത്ത് കിട്ടിയാൽ ദയവായി ഒരു മറുപടി ആ മരപ്പൊത്തിൽ വയ്ക്കുമോ? എനിക്ക് തന്നെ പറ്റി കൂടുതൽ അറിയണം. സിദ്ധാർത്ഥ്. ഡിയർ സിദ്ധാർത്ഥ്, ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ആരാണ് നിങ്ങൾ? എവിടെയാണ് നിങ്ങൾ ഒളിച്ചിരിക്കുന്നത്? എൻ്റെ പേര് മീര, ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ക്ലാസിക് ഡാൻസും പാട്ടും ഇഷ്ടമാണ്. ഇനിയും കൂടുതൽ അറിയണമെങ്കിൽ നേരിൽ വരൂ. തമ്മിൽ കാണാതെ പിറന്ന ഈ പ്രണയം, മനം മാത്രം കണ്ടു നിൽക്കുന്ന രൂപം, നീളുന്ന രാത്രിയിൽ നിശബ്ദവാതായനം. അവിടെ ഞാൻ, അവിടെ നീ, വാക്കുകൾക്കപ്പുറം. മഴ പെയ്താൽ നിന്നെ ഓർക്കും, നനഞ്ഞ റോഡിൽ നിൻ ചുവടുകൾ. കാടിനുള്ളിൽ കാണാത്ത പക്ഷി ചിറകാണ് കേൾക്കുന്നത്, രൂപം മാത്രം മറഞ്ഞു. തമ്മിൽ കാണാതെ പിറന്ന ഈ പ്രണയം, മനം മാത്രം കണ്ടു നിൽക്കുന്ന രൂപം, നീളുന്ന രാത്രിയിൽ നിശബ്ദവാതായനം. അവിടെ ഞാൻ, അവിടെ നീ, വാക്കുകൾ. ഇത്രയും പെട്ടെന്ന് നേരിട്ട് കാണണം. ഇനിയും എനിക്ക് കാത്തിരിക്കാൻ വയ്യ. വീട്ടിൽ ആലോചനകൾ വരുന്നുണ്ട്. നമുക്ക് ഒരിക്കലും തമ്മിൽ കാണാനാവില്ല. ഒരിക്കൽ യാഥാർത്ഥ്യമായി മീര, എനിക്ക് ഒരിക്കലും തന്റെ മുന്നിൽ വരാൻ കഴിയില്ല. നമ്മൾ തമ്മിൽ വർഷങ്ങളുടെ ദൂരമുണ്ട്. ഇത് ഞാൻ എഴുതുന്ന അവസാനത്തെ കത്താണ്. ഉറക്കത്തിൽ കണ്ട ഒരു സ്വപ്നം പോലെ എല്ലാം മറക്കണം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. തമ്മിൽ കാണാതെ പിറന്ന ഈ പ്രണയം, മനം മാത്രം കണ്ടു നിൽക്കുന്ന രൂപം, നീളുന്ന രാത്രിയിൽ നിശബ്ദവാതായനം. അവിടെ ഞാൻ, അവിടെ നീ, വാക്കുകൾക്കപ്പുറം. പ്രശസ്ത നർത്തകയും കൃഷ്ണയ്ക്ക് ഈ വർഷത്തെ നാട്യശ്രീ പുരസ്കാരം ലഭിച്ചു. കലയ്ക്ക് വേണ്ടി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച അവിവാഹിതയായ മീര മേഡം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ്. ഈ നാട്യശ്രീ പുരസ്കാരം സുഹൃത്തിനാണ് സമർപ്പിക്കുന്നത്. അവനാണ് അദ്ദേഹം എന്നെ സ്വപ്നം കാണാനും ആ സ്വപ്നത്തെ പിന്തുടരാനും പഠിപ്പിച്ചു. ചിലർ ജീവിതത്തിൽ നമ്മോടൊപ്പം നടക്കുന്നില്ല, പക്ഷെ അവർ നമ്മെ മുന്നോട്ട് നടക്കാൻ പഠിപ്പിക്കുന്നു. ഒരിക്കൽ യാഥാർത്ഥ്യമായി വാതിൽ തുറന്ന് നീ